ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇലക്ഷനെ കുറിച്ചുള്ള ഭാഗമാണ്. ഇതിൽ കുറെ കൺഫ്യൂസിംഗ് വേർഡ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. The first question, State Cooperative Election Commission constituted. മാർച്ച് 7, 2001 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ സ്പെസിഫൈഡ് വിച്ച് സെഷൻ ഓഫ് KCS ആക്ട്. KCS ആക്ടിലെ ഏത് സെക്ഷനിലാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് സ്പെസിഫൈ ചെയ്യുന്നത്? ആൻസർ സെക്ഷൻ 28B. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ. ആൻസർ സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അടുത്ത സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ കൺസിസ്റ്റ് ടു ഡാഷ് മെമ്പേഴ്സ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എത്ര മെമ്പേഴ്സ് അടങ്ങിയിട്ടുള്ളതാണ്? 3 മെമ്പേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 5, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ കൺസേൺഡ് വിത്ത് വിച്ച് റൂൾസ്? ആൻസർ റൂൾ 35B. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് സ്പെസിഫൈഡ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന്റെ ടേംസ് ആൻഡ് കണ്ടീഷനെ കുറിച്ച് സ്പെസിഫൈ ചെയ്യുന്നത് റൂൾ 35C. Question number 7, who shall have authority to constitute a state cooperative election commission in conduct a election of credit apex central federal society in the state? Answer state government. At the next question, committee take a decision relating to date, place, time of election within dash days from the date of completion of the terms of the existing committee. Answer 60 days. ഒരു existing കമ്മിറ്റിയുടെ പീരീഡ് തീരുന്നതിന് മുമ്പേ, പീരീഡ് 60 ദിവസം മുന്നേ തന്നെ കമ്മിറ്റി നെക്സ്റ്റ് ഇലക്ഷന് വേണ്ടിയുള്ള ഡേറ്റ്, പ്ലേസ്, ടൈം തുടങ്ങിയ കാര്യങ്ങൾ കുറിച്ചുള്ള ഡിസിഷൻ എടുക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9, ഹു ക്യാൻ അപ്പോയിന്റ് ദി റിട്ടേണിംഗ് ഓഫീസർ ആൻഡ് ഇലക്ടറൽ ഓഫീസർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ആൻസർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പബ്ലിക്കേഷൻ ഓഫ് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് ഡൺ ബൈ? ആൻസർ ഇലക്ടറൽ ഓഫീസർ. പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഇലക്ടറൽ ഓഫീസർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11, ദ റിട്ടേണിംഗ് ഓഫീസർ ഷാൽ പബ്ലിഷ് ദ പ്രിലിമിനറി വോട്ടേഴ്സ് not less than dash days prior to the date of election. Answer 35 days. At the next question, the election commission shall notify the details of election in if the number of societies is above 5,000. Answer 2 newspapers having wide circulation on this area in vernacular language. ഒരു ഇലക്ഷൻ കമ്മീഷൻ ഒരു സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് 500 മുകളിലുള്ള സൊസൈറ്റി ആണെങ്കിൽ എങ്ങനെയാണ് ഇലക്ഷന്റെ ഡീറ്റെയിൽസ് പബ്ലിക്കിനെ അറിയിക്കുന്നതെന്നാണ്. അതെന്ത് ചെയ്യണം? ആ ഏരിയയിൽ വൈഡ് സർക്കുലേഷൻ ഉള്ള 2 പ്രാദേശിക പത്രത്തിൽ പരസ്യം കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. 500-നകത്താണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 500-നകത്താണെങ്കിൽ പേഴ്സണലായിട്ട് ആണ് അവ ഇൻഫോർമേഷൻ കൊടുക്കുന്നത്. അല്ലാത്തതാണെങ്കിൽ ആ ഏരിയയിലൂടെ വൈഡ് സർക്കുലേഷൻ ഉള്ള 2 പത്രങ്ങൾ അതിന്റെ പരസ്യം കൊടുക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. ദ ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി ഷാൽ ബി കണ്ടക്ടഡ് അക്കോർഡിംഗ് ടു ദ റൂൾ ഡാഷ് ഓഫ് ആക്ട്. ആൻസർ 35A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റൂൾ റിലേറ്റിംഗ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ആൻസർ 35B. ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട റൂള് 35B ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. വിച്ച് റൂൾസ് ഡീൽ വിത്ത് പ്രൊസീജിയർ ഓഫ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻസ് ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്? ആൻസർ 35D. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഇലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? റൂൾ 35D-യിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. Which rules deals with the procedure for payment of election fee? ഇലക്ഷൻ ഫീ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? അതിന്റെ പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്നത് റൂൾ 35E-യിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15, the fee for nomination paper in cooperative society for conducting election. Answer free of cost. ഒരു നോമിനേഷൻ ഇലക്ഷന് വേണ്ടി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇലക്ഷന് വേണ്ടി നോമിനേഷൻ പേപ്പർ കൊടുക്കുന്നത് ഏതിനാണ്? ഫ്രീ ഓഫ് കോസ്റ്റിന് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. ഹൗ മെനി എമൗണ്ട് ആർ ഡെപ്പോസിറ്റഡ് ഫോർ ഗിവിംഗ് എ നോമിനേഷൻ ഇൻ ഇലക്ഷൻ?
ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കുമ്പോൾ എത്ര എമൗണ്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്? ആൻസർ റുപ്പീസ് 250 ആണ്. 250 രൂപയാണ് ഇലക്ഷന് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അടുത്ത് ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. ഇൻ ദി കേസ് ഓഫ് SC/ST കാൻഡിഡേറ്റ്സ് ഫോർ നോമിനേഷൻ ഡെപ്പോസിറ്റ് എമൗണ്ട്. SC/ST കാൻഡിഡേറ്റ് ഉള്ള നോമിനേഷൻ ഡെപ്പോസിറ്റ് എത്രയാണ്? അത് 125 ആണ്. ഇപ്പോൾ നേരത്തെ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന്റെ നേരി പകുതിയാണ് ST/SC കാൻഡിഡേറ്റിന്. Question number 18. What is a form number of nomination paper? Answer form 36. നോമിനേഷൻ പേപ്പറിന്റെ ഫോം നമ്പർ ഏതാണ്? ഫോം 36 ആണ്. നോമിനേഷൻ പേപ്പർ ഗിവൺ ടു ഡാഷ്. ആർക്കാണ് ഈ നോമിനേഷൻ പേപ്പർ കൊടുക്കുന്നത്? റിട്ടേണിംഗ് ഓഫീസറിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ്. ഇലക്ടറൽ ഓഫീസർ ഷാൽ പബ്ലിഷ് ദ ഫൈനൽസ് വോട്ടേഴ്സ് ലിസ്റ്റ് നോട്ട് ലെസ് ദാൻ ഡാഷ് ഡേയ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഇലക്ഷൻ. ഇലക്ഷന് എത്ര ദിവസം മുമ്പായിട്ടാണ് ഫൈനൽസ് വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്? ആൻസർ 20. പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് ആണെങ്കിലോ 35 ആണ്. Question number 21. The terms of office of State Cooperative Election Commissioner shall be. Answer 3 years or at age 62 whichever is earlier. ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണറിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ ഏജ് 62. ഏതാണോ ആദ്യം വരുന്നത് അതാണ് ഇലക്ഷൻ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദി പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് ഷാൽ ബി പബ്ലിഷ്ഡ് ഇൻ ഫോം നമ്പർ. ആൻസർ 34. ഫോം നമ്പർ 34ലാണ് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 23. ദി ഫൈനൽസ് വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ്ഡ് ഫോം നമ്പർ. ആൻസർ ഫോം നമ്പർ 35. ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഫോം നമ്പർ 35ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രൊസീജിയർ ഫോർ കണ്ടക്ട് എലക്ഷൻ ഓഫ് ആൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് സ്പെസിഫൈഡ് ഇൻ. ആൻസർ റൂൾ 35A. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇലക്ഷൻ നടത്തുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് എന്ന് സ്പെസിഫൈ ചെയ്യുന്ന റൂൾ 35A ആണ്. അടുത്ത് ബാലറ്റ് പേപ്പർ ഈസ് സൈൻഡ് ബൈ. ആൻസർ റിട്ടേണിംഗ് ഓഫീസർ. ബാലറ്റ് പേപ്പർ സൈൻ ചെയ്യുന്നത് എപ്പോഴും റിട്ടേണിംഗ് ഓഫീസർ ആണ്.